A+2 സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ കെ സ്മാർട്ട് പദ്ധതി ഇപ്പോൾ പൂർണ്ണമായും നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇത് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും ഏപ്രിൽ മുതൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി എന്തൊക്കെയാണ് ഒരു പബ്ലിക്കിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിക്കുന്നത്. എല്ലാ സേവനങ്ങളും, മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങൾ നൽകുന്ന എല്ലാ സേവനങ്ങളും ഇനി മുതൽ ഓൺലൈനായി ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് നമ്മൾ പല സേവനങ്ങൾക്കും ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലുമൊക്കെ കയറി ഇറങ്ങി പലർക്കും കൈക്കൂലി കൊടുത്ത് പല സേവനങ്ങളും നേടിയെടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പലവട്ടം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി കയറി ഇറങ്ങേണ്ടി വരും. എന്നാൽ ഇനി മുതൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പല സേവനങ്ങളും ഓൺലൈനായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മെച്ചപ്പെട്ട കാര്യം. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നമുക്ക് അതിനെ നല്ലത് എന്ന് പറയേണ്ടതുണ്ട്. അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും നമുക്ക് അത് പറയാതിരിക്കാൻ കഴിയില്ല. 300 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിട പെർമിറ്റുകളൊക്കെ തന്നെ ഇനി അപേക്ഷിച്ചാൽ ഉടനെ ലഭിക്കും എന്നുള്ളതാണ്. മറ്റ് കെട്ടിട നിർമ്മാണ അപേക്ഷകൾക്കും നമുക്ക് ഇതുപോലെ വൈകാതെ തന്നെ പെർമിറ്റ് ലഭിക്കും. നമുക്ക് ഓൺലൈനായി വീട്ടിൽ ഇരുന്നു തന്നെ അപേക്ഷിക്കാൻ കഴിയും. ഇത് സംബന്ധിച്ച് ഓരോ സമയത്തും നമുക്ക് ഈ അപേക്ഷകൾ നൽകുമ്പോൾ നമ്മൾ അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ കൂടി നൽകിയാൽ മാത്രം മതിയാകും. ഇന്ന് അതിനെക്കുറിച്ച് പിന്നീട് ഒരു എപ്പിസോഡിൽ കൃത്യമായും നിങ്ങളുമായി വിവരം നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് നൽകുന്ന ഈ എപ്പിസോഡിൽ ഏതൊക്കെ സേവനങ്ങളാണ് നമുക്ക് ഓൺലൈനായി ലഭിക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. ജനന മരണ രജിസ്ട്രേഷനുകൾ നമുക്ക് ഇപ്പോൾ ഓൺലൈനായി വീട്ടിലിരുന്നു തന്നെ ചെയ്യാം എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ അപേക്ഷയുമായി ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് പോകേണ്ടതുണ്ടായിരുന്നു. ഇനി അതെല്ലാം മാറുകയാണ്. ഓൺലൈനായി തന്നെ നമുക്ക് ജനനം രജിസ്റ്റർ ചെയ്യാം, അതുപോലെ മരണം രജിസ്റ്റർ ചെയ്യാം. ഈ രജിസ്ട്രേഷനുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വേണ്ടതുണ്ടെങ്കിലും ഇനി മുതൽ ഓൺലൈനായി തന്നെ നമുക്കത് ചെയ്യാൻ കഴിയുന്നു. അതുപോലെ പേര് ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പേര് ഉൾപ്പെടുത്തുന്ന പ്രക്രിയയും ഇനി ഓൺലൈനായി നമുക്ക് വീട്ടിലിരുന്നു തന്നെ ചെയ്യാൻ കഴിയുന്നു. പലപ്പോഴും ജനനം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പലരും കുട്ടിയുടെ പേര് ചേർക്കാൻ വിട്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ പേരിടാത്തതുകൊണ്ട് പിന്നീട് പേര് ചേർക്കാം എന്നുള്ളതുകൊണ്ട് ആ സമയത്ത് നൽകുന്ന ഫോറത്തിൽ കുട്ടിയുടെ പേര് ചേർക്കാറില്ല. അങ്ങനെ ജനന രജിസ്ട്രേഷനിൽ പേര് പുതിയതായി ഉൾപ്പെടുത്താനും ഓൺലൈനായി നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഈ ജനന സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അതിനുവേണ്ടി തദ്ദേശ സ്ഥാപനത്തിൽ പോകേണ്ടതും ഇല്ല എന്നുള്ളതാണ്. മരണ സർട്ടിഫിക്കറ്റ് ആയാലും നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായി തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അത് നമ്മുടെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എല്ലാ നികുതികളും ഈ തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അടയ്ക്കേണ്ടതായ നികുതികൾ, അത് തൊഴിൽ നികുതി ആയാലും വസ്തുനികുതി ആയാലും, വസ്തുനികുതി എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനത്തിൽ അടയ്ക്കുന്ന കെട്ടിട നികുതിയെ വസ്തുനികുതി അഥവാ പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. ഈ നികുതികളൊക്കെ തന്നെ നമ്മൾ ഇനി ഈ ഓഫീസുകളിൽ പോയി ക്യൂ നിന്ന് അടയ്ക്കേണ്ടതില്ല. പകരം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നികുതികൾ അടയ്ക്കാൻ കഴിയും. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ മുമ്പ് പോകേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ വേണ്ട. ഓൺലൈനായി ലോകത്ത് എവിടെ ഇരുന്നും നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം. അത് വെരിഫിക്കേഷനൊക്കെ തന്നെ ഓൺലൈനായി നടത്തിയിട്ട് ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ കെ സ്മാർട്ട് വഴി നിർവഹിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയാനുള്ളത്, നമ്മുടെ ഒരു ബിൽഡിംഗ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടം കെ സ്മാർട്ടിൽ നിങ്ങൾ ലിങ്ക് ചെയ്യണം.
അങ്ങനെ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഈ കെട്ടിടത്തിനെ സംബന്ധിച്ച് 7 ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഒറ്റ സർട്ടിഫിക്കറ്റായി ഈ ബിൽഡിംഗ് ൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അതായത് ഒറ്റ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് അത് 7 കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. 7 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിൻ്റെ ഏജ് സർട്ടിഫിക്കറ്റ്, കെട്ടിടത്തിൻ്റെ വിസ്തൃതി സംബന്ധിച്ച കാര്യങ്ങൾ തുടങ്ങി 7 ആവശ്യങ്ങൾക്ക് ഈ ഒറ്റ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് മതിയാകും. ഇനി വേറൊന്ന് പ്രധാനപ്പെട്ട കാര്യം, വ്യാപാര ലൈസൻസുകളുണ്ട്. ട്രേഡ് ലൈസൻസുകൾ എന്നാണ് പറയുന്നത്. എല്ലാ ട്രേഡ് ലൈസൻസുകൾക്കുള്ള അപേക്ഷകളും നമുക്ക് ഇനി ഓൺലൈനായി തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നൽകാൻ കഴിയും. ഇത് ഓരോ വർഷവും നമ്മൾ പുതുക്കേണ്ടതുണ്ട്. അത് പുതുക്കുന്നതിനും ഓൺലൈനായി തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മൾ അടയ്ക്കേണ്ടതായ എല്ലാ പണം ഇടപാടുകളും ഓൺലൈനായി വഴി നമുക്ക് ചെയ്യാം. ബിൽഡിംഗ് പെർമിറ്റിന് നമ്മൾ അടയ്ക്കേണ്ട പെർമിറ്റ് ഫീസായാലും, വസ്തുനികുതി ആയാലും, തൊഴിൽ നികുതി ആയാലും, ട്രേഡ് ലൈസൻസ് ഫീ ആയാലും എല്ലാം തന്നെ ഓൺലൈനായി നമുക്ക് അടയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത കൂടി നിങ്ങൾ അറിയേണ്ടത്, നമ്മളിപ്പോൾ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടോ, അഥവാ കെട്ടിട നിർമ്മാണ നിയന്ത്രണം ഉണ്ടോ, CRZ സോൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട്. അതേപോലെ ഈ പുരാവസ്തു കേന്ദ്രങ്ങളാണെങ്കിൽ, വിമാനത്താവളങ്ങളാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ നിശ്ചിത അകലത്തിൽ മാത്രമേ നമുക്ക് കെട്ടിടം നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ ഗ്രീൻ സോൺ ആണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാകും. അതുപോലെ ഏതെങ്കിലും ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന ഭൂമിയാണെങ്കിൽ ആ വിവരവും നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് അറിയാതെ നമ്മൾ ഏതെങ്കിലും സ്ഥലം വാങ്ങി പിന്നെ കെട്ടിട നിർമ്മാണത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷ ഇക്കാരണങ്ങളാൽ നിരസിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകൂറായി തന്നെ നമ്മൾ ഈ വിവരങ്ങൾ അറിഞ്ഞു വെക്കുന്നതിനും ഇപ്പോൾ ഓൺലൈനായി സംവിധാനം ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ നോ യുവർ ലാൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകണം. സ്മാർട്ടിൽ പ്രവേശിച്ചിട്ട് നോ യുവർ ലാൻഡ് എന്ന ഓപ്ഷൻ വഴി നോക്കുകയാണെങ്കിൽ ആ സ്ഥലം സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും, കെട്ടിട നിർമ്മാണ നിയന്ത്രണങ്ങൾ, CRZ സോൺ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ എല്ലാ നിയന്ത്രണങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കണ്ടു കഴിഞ്ഞാൽ ഈ സ്ഥലം വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. വാങ്ങുന്ന കാര്യത്തിലാണ് ഇത് പറയുന്നത്. അത് നമുക്ക് സ്വന്തം നിലയിൽ തീരുമാനിക്കാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ നാളിതുവരെ നമുക്കറിയണം എങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ നമ്മൾ അപേക്ഷ കൊടുക്കുകയും അവരുടെ അസസ്മെൻറ്റ് രജിസ്റ്ററിൽ നിന്നും എക്സ്ട്രാക്റ്റ് എടുക്കുകയുമാണ് വേണ്ടിയിരുന്നത്. അസസ്മെൻറ്റ് രജിസ്റ്ററിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ, ബിൽഡിങ്ങിൻ്റെ സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, നമ്മളെ ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ, നമുക്ക് ബിൽഡിങ് അനുവദിച്ച് കിട്ടിയ പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് അഥവാ ബിൽഡിംഗ് ടാക്സ് അതിൻ്റെ വിശദവിവരം എന്നിവയെല്ലാം അറിയുന്നതിന് നമ്മൾ ഈ അസസ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കണമായിരുന്നു. ഇനി മുതൽ അത് വേണ്ട. മൈ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് സ്മാർട്ടിൽ ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ മെനുവിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കെട്ടിടം സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഞൊടിയിടയിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ നിങ്ങളുടെ അതേപോലെ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ ഇപ്പോൾ ഇതുവഴി ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം ഉള്ളത്, നമ്മൾ ഏതെങ്കിലും അപേക്ഷകൾ നമ്മൾ നൽകുകയാണെങ്കിൽ ആ അപേക്ഷ സംബന്ധിച്ച ഫയൽ എങ്ങോട്ടൊക്കെയാണ് മൂവ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സെർച്ച് ചെയ്താൽ നമ്മുടെ ഫയൽ ആരുടെ ടേബിളിൽ എത്തി എന്ന് അറിയാൻ കഴിയും. സർട്ടിഫിക്കറ്റുകൾ വാട്സാപ്പിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യവും വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ KYCയിലൂടെ ലോകത്ത് എവിടെ ഇരുന്നും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്.
സർക്കാരിൻ്റെ ഇപ്പോൾ നൽകിയിരിക്കുന്ന പരസ്യപ്രകാരം 21,344 വിവാഹ രജിസ്ട്രേഷനുകൾ കെ സ്മാർട്ട് വഴി നടന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഇതിനിടയിൽ 21,393 സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇതുവരെ 4.43 ലക്ഷം ഫയലുകൾ 1 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കിയതായും 9.7 ലക്ഷം ഫയലുകൾ 24 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കി എന്നും സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു എന്നുള്ളതും, അതുപോലെ കരാറുകാർക്ക് പണം കൈമാറാനുള്ള കെ സ്മാർട്ടിൻ്റെ ഇലക്ട്രോണിക്സ് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുള്ളതായി സർക്കാരിൻ്റെ പരസ്യത്തിൽ പറയുന്നുണ്ട്. കെ സ്മാർട്ട് വഴി നിങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ ലഭ്യമാകും, ഇത്തരം സേവനങ്ങൾ ലഭ്യമാകും എന്നുള്ള വിവരം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഇനി വരുന്ന വാർത്തകളും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും, കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സേവനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ, അതായത് ഒരു കുട കീഴിൽ നിന്ന് എല്ലാ വിവരങ്ങളും കിട്ടുന്നു എന്നതുപോലെ A+ ട്യൂബിൽ നിന്ന് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഇതറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും. ലൈക്ക് ചെയ്താൽ യൂട്യൂബ് ഈ ചാനലിന് പ്രത്യേകിച്ച് ഒരു റെപ്യൂട്ടേഷൻ നൽകുകയും ചെയ്യും എന്നത് ഓർമ്മിപ്പിക്കുന്നു. നന്ദി.